ഷബാനയുടെ ജീവൻ രക്ഷിക്കാൻ തൊടുപുഴയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മ. ഈ വാർത്ത കാണുന്നവരെല്ലാം ഷബാനയുടെ ചികിത്സയ്ക്കുള്ള ധനസഹായത്തിന് മാന്യ പ്രേക്ഷകരെല്ലാവരും തന്നെ കഴിവറ്റത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ചികിത്സാ ചെലവ് 50 ലക്ഷം രൂപയാണ്. തൊടുപുഴയിൽ ഉണ്ടപ്ലാവിൽ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഷബാനയുടെ ജീവൻ രക്ഷിക്കാൻ തൊടുപുഴയുടെ സൗഹൃദയരായ എല്ലാ ജനവിഭാഗങ്ങളും ഒത്തൊരുമിച്ച് ചികിത്സാ ചെലവ് തുക 50 ലക്ഷം കളക്ഷൻ ചെയ്യുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ടുള്ള ഈ മഹാസംഗമം ഉദ്ഘാടനം നിർവഹിച്ചത് തൊടുപുഴയുടെ നഗരസഭാ പിതാവ് കെ ദീപക്കാണ്. മുൻ നഗരസഭാ ചെയർമാൻ MP ഷൗക്കത്ത് അലി രക്ഷാധികാരിയായിട്ടുള്ള ചികിത്സാ സഹായ സമിതിക്ക് തൊടുപുഴ നഗരസഭയുടെയും മുഴുവൻ ജനപ്രതിനിധികളുടെയും ഒരുമിച്ചുള്ള ഈ വലിയ ചികിത്സാ സഹായ നിധി ശേഖരണം തൊടുപുഴയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ്. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ഉൾപ്പെടെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും സമീപ പ്രദേശത്തെ പള്ളികളിൽ നിന്നും ഇമാം, ഉസ്താദ്മാർ ഉൾപ്പെടെ പ്രബുദ്ധരായ നിരവധി ജനങ്ങളാണ് ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഈ സഹായ നിധി ശേഖരണ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. എരിമേലിയിൽ നിന്നാണ് അവര് സ്വന്തം വീട് വിറ്റ് ഇവിടെ താമസത്തിന് വന്നത്. ഷാനവാസ് വിദേശവാസിയായിരുന്നു, അവിടെ ജോലിയായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഹാർട്ടിന് അസുഖം ഉണ്ടായി. അദ്ദേഹം തിരിച്ച് ഈ നാട്ടിൽ വന്ന് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഫേസ് മേക്കർ വെച്ച് ഏതാണ്ട് 10-15 ലക്ഷം രൂപ പുള്ളി സമ്പാദിച്ചത് ചെലവാക്കിയിട്ടാണ് ഇപ്പോൾ വിശ്രമ ജീവിതം എരുമേലിയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോള് 23-കാരി ബിടെക് സിവിൽ എഞ്ചിനീയർ ജോലിയുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹം ആളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു. വിവാഹം ആലോചിച്ചു, കല്യാണം ഉറപ്പിച്ചു, നിക്കാഹ് നടത്തി. അതിനുശേഷം ഈ പ്രിയപ്പെട്ട ഷബാനയ്ക്ക് ദിവസവും പനിയും ക്ഷീണവും അനുഭവപ്പെട്ടു തുടങ്ങി. പരിശോധനയുടെ അവസാനത്തിൽ അമൃത ആശുപത്രിയിൽ അവർ തിരിച്ചറിഞ്ഞു ഷബാനയ്ക്ക് രക്താർബുദമാണ്, ബ്ലഡ് ക്യാൻസർ ആണ്. അങ്ങനെ സമ്മതിച്ചു. അവര് ചികിത്സയുടെ സൗകര്യാർത്ഥം സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം അവിടെ ഉണ്ടായിരുന്ന നല്ല വീടും എല്ലാം വിറ്റ് തൊടുപുഴയില് ഉണ്ടപ്ലാവില് വന്ന് വീട് മേടിച്ച് താമസം നടത്തി. പ്രതികൂലമായ കാലാവസ്ഥ അനുഭവപ്പെട്ടുകൊണ്ട് ചടങ്ങ് സ്റ്റേഡിയത്തിൽ നിന്നും പള്ളിയുടെ ഹാളിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. മോളുടെ ജീവൻ തിരിച്ച് പഴയ നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ കൂട്ടായ്മയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ മോളെ അസുഖം മാറ്റി പഴയ നിലയിലേക്ക് തിരികെ എത്തിക്കുന്നതിന് നമ്മളെല്ലാവരും ചേർന്ന് കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടുകൂടി നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വമായി ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇന്നു മുതൽ രംഗത്തിറങ്ങാൻ പോവുകയാണ്. ഇനി നാടിന്റെ ഈ തൊടുപുഴയുടെ അല്ലെങ്കിൽ അതിനുമപ്പുറം നമുക്കെല്ലാം ബന്ധമുള്ള ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന ആളുകളുടെ എല്ലാം അവരുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഒന്നുകൂടി കൂട്ടി ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്ന 50 ലക്ഷം രൂപ എന്ന ഒരു തുകയാണ് നമ്മൾ ഒന്നിച്ചിറങ്ങിയാൽ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. അതിവിടെ കൂടിയിരിക്കുന്ന ഈ ആളുകളുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു ശക്തിയും അല്ലെങ്കിൽ അവരുടെ ഇതിലുള്ള ഒരു താല്പര്യവും ഒക്കെ കാണുമ്പോൾ അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. പരിപൂർണമായി വിജയിപ്പിക്കുക എന്നത് കുറച്ച് ദിവസങ്ങൾ എടുത്ത്, നമ്മുടെ മുമ്പിൽ അധികം ദിവസങ്ങളില്ല, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മഹത്തായ ഒരു കാര്യം നിറവേറ്റുന്നതിന് വേണ്ടി
നമ്മൾ മുഴുവൻ രംഗത്തിറങ്ങി ഇത് വിജയകരമായി മാറ്റേണ്ട ഒരു ആവശ്യമാണ്. ഞങ്ങൾ ഈ കാര്യം സംസാരിക്കുകയുണ്ടായി. ഞാനും ഇവിടെ നിന്നുള്ള കൗൺസിലർമാരും ഒക്കെ ഈ കാര്യം സംസാരിച്ചു. പരിപൂർണമായി 34 കൗൺസിലർമാരും ഈ ആവശ്യവുമായി രംഗത്തിറങ്ങാം എന്ന് ആ കൗൺസിൽ യോഗത്തിൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പല കൗൺസിലർമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. യാതൊരുവിധ തടസ്സവുമില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി മറ്റ് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ ദൗത്യം നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനാണ് എന്ന, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾക്കാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കണം നമ്മൾ ഈ കാര്യത്തിൽ ഉണ്ടാവണം. അപ്പോൾ ഈ കാര്യത്തിൽ മുഴുവൻ സമയ ഒരു പ്രവർത്തനത്തിന് തൊടുപുഴ നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ ഇതിന്റെ ഏത് കാര്യത്തിനും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ആരെ കാണാനും അതിനുവേണ്ടി രംഗത്തിറങ്ങാൻ ഞാൻ അതിനുള്ളൊരു സന്നദ്ധത അറിയിക്കുകയാണ്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് കെ വിജയൻ.